നമസ്കാരം. അങ്ങനെ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന, അധികം ആരും ചിന്തിക്കാത്ത തരത്തിലുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണെന്നല്ലേ, വെള്ളരിക്ക പായസം. അപ്പം അധികം ആരും ചെയ്ത് കാണില്ല അല്ലേ? അറിയുന്നവരുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടി കാണിക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്നും അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. നമുക്ക് അണ്ടിപ്പരിപ്പ് വേണം, അത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. വെള്ളരിക്ക വേണം. വെള്ളരിക്ക ഞാൻ കനം കുറച്ച് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഇതാകുമ്പോൾ നമുക്ക് അടയൊക്കെ വേവിച്ചെടുക്കുന്നത് പോലെ. ഇനി ശർക്കര പാനി വേണം, ആവശ്യത്തിനുള്ള നെയ്യ് വേണം, 1-ാം പാല് വേണം, 2-ാം പാല് വേണം. നമ്മൾ തേങ്ങാപ്പാലിലാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഒരു പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ആദ്യം തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കണം. മുന്തിരി ഇഷ്ടമുള്ളവർക്ക് അത് ഉപയോഗിക്കാം. ഞാനിവിടെ അണ്ടിപ്പരിപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ആ ബാക്കിയുള്ള നെയ്യിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരിക്ക ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മളിതിലേക്ക് 2-ാം പാൽ ഒഴിച്ചിട്ട് ഈ വെള്ളരിക്ക നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. 2-ാം പാൽ കിടന്ന് നന്നായിട്ട് വേവിച്ച് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ അധികം കളറില്ലാത്ത ശർക്കരയാണിത്. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് എടുക്കാവുന്നതാണ്. ശർക്കര പാനി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കാം. 1-ാം പാല് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളിതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള അടപ്രഥമൻ്റെ ടേസ്റ്റിലുള്ള വെള്ളരിക്ക പായസം തയ്യാറായി. ഇനി നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. തണുത്തതിന് ശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണേ, മറക്കരുതേ. എങ്ങനെയുണ്ട് പായസം? എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതുപോലെ തന്നെ നല്ല അടപ്രഥമൻ്റെ ടേസ്റ്റിലുള്ള പായസമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ല പുതുമയുള്ള വിഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.